Hello guys, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ZEBRONICS ZEB-K04 മിനി കീബോർഡ്. ഈ കീബോർഡ് മേടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഒരു 7 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നത്. അപ്പോൾ ഈ കീബോർഡ് മെയിനായിട്ട് മേടിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് ഉണ്ടല്ലോ, ആ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് വർക്ക് ചെയ്യണില്ല, ചില കീസൊന്നും വർക്ക് ചെയ്യണില്ല. അപ്പോൾ അത് പുതിയൊരു കീബോർഡ് മേടിക്കാൻ 2300-2500 റുപ്പീസ് വരും. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ഈ കീബോർഡിന് 249 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയെന്ന് വെച്ചാൽ 429 റുപ്പീസാണ്. ഈ കീബോർഡ് ഭയങ്കര പോർട്ടബിളാണ്. ബിക്കോസ് ഇത് നിങ്ങൾ ഒരു ലാപ്ടോപ്പൊക്കെ എവിടെയെങ്കിലും ക്യാരി ചെയ്ത് പോവുകയാണെങ്കിൽ ഈ കീബോർഡ് നിങ്ങൾക്ക് ആ ബാഗിൽ തന്നെ വെക്കാൻ പറ്റും. ബിക്കോസ് ഇതിൻ്റെ സൈസ് ഭയങ്കര ചെറുതാണ് കമ്പയർഡ് ടു എനി നോർമൽ കീബോർഡ്. ഇപ്പോൾ ഇതാണ് എൻ്റെ അടുത്തൊരു നോർമൽ കീബോർഡ് ഉള്ളത്. ഇതൊരു USB കീബോർഡാണ്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് നോക്കിക്കോളൂ, എത്ര ചെറുതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് ഒരു ബാഗിൻ്റെ ഉള്ളിൽ ക്യാരി ചെയ്യാൻ പറ്റും, ഒരു ലാപ്ടോപ്പ് ബാഗിൻ്റെ ഉള്ളിൽ ക്യാരി ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു 2300-2500 റുപ്പീസ് കൊടുക്കേണ്ടി വരും, ഒരു ബ്രാൻഡഡ് നല്ലൊരു ഒറിജിനൽ കീബോർഡ് വെക്കണമെങ്കിൽ. അതിനായിട്ടൊരു ഭേദം നമ്മൾ അധികം ടൈപ്പിങ്ങൊക്കെ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ഒരു 250 റുപ്പീസിന് ഇങ്ങനത്തെ ഒരു കീബോർഡ് മേടിക്കുക. അതേമാതിരി കാഷ്വൽ ഗെയിമിങ്ങൊക്കെ വല്ലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കീബോർഡ് മേടിച്ചിട്ട് കളിക്കാവും നല്ലത്. ടൈപ്പിംഗ് എക്സ്പീരിയൻസ് നോക്കുകയെന്ന് വെച്ചാൽ എനിക്ക് പ്രിഫർ ചെയ്യണത് ഞാൻ ഒരു വലിയ കീബോർഡാണ്. വലിയ കീബോർഡിൽ അധികം വലിയ ടൈപ്പ് ചെയ്യാണ്ടെങ്കിൽ എനിക്ക് വലിയ കീബോർഡിൽ ടൈപ്പ് ചെയ്യാനാണ് കുറച്ചുകൂടി കംഫർട്ടബിളായി തോന്നിയിരിക്കുന്നത്. പക്ഷേ നിങ്ങളിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് യൂസ് ടു, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കംഫർട്ടബിളായി തോന്നും. ഞാൻ ഒരു വലിയ കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ടാണ് എനിക്ക് വലിയ കീബോർഡ് കുറച്ചും കൂടി കംഫർട്ടബിളായി തോന്നിയത്. അപ്പോൾ 7 ദിവസമായിട്ട് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വലിയ കീബോർഡും ചെറിയ കീബോർഡും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഇതുമാതിരി സ്റ്റാൻഡ് കിട്ടില്ല, നമുക്ക് ഇതുമാതിരത്തെ സ്റ്റാൻഡ് കിട്ടില്ല ഈ ചെറിയ കീബോർഡിൽ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ഫ്ലാറ്റ് വെച്ചിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്കത്ര കംഫർട്ടബിളായി തോന്നിയില്ല. പക്ഷേ ഒരു സെക്കൻഡറി കീബോർഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു കീബോർഡാണ്. നന്നായിട്ട് ഹെവി ടൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ കീബോർഡ് നിങ്ങൾക്ക് മേടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക. 249 റുപ്പീസിന് കിട്ടുകയാണെങ്കിൽ മാത്രം ഈ കീബോർഡ് മേടിക്കുക. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിലത്തെ കീബോർഡ് വല്ലതും കേടാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ക്യാരി ചെയ്യാനും പറ്റും നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ബാഗിൽ. പിന്നെ ഒരു കീബോർഡിനെ പറ്റി അധികം പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.